ഇതിനു വേണ്ടിയിട്ട് ചെറുപ്പത്തിലൊക്കെ എത്ര വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടെന്ന് അറിയോ? നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും പോയിട്ട് വരുമ്പോഴോ ക്ലാസ്സിലെ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഇത് കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഇത് ഫുള്ളായിട്ട് കിട്ടത്തൊന്നുമില്ല. ക്ലാസ്സിലൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഓരോ സ്പൂണൊക്കെ കിട്ടിയാലായി. ഇതിപ്പോൾ ഇക്കാട് കൂട്ടുകാരൻ പോയിട്ട് വന്നപ്പോൾ നമുക്ക് കൊണ്ടു തന്നതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചായയോടെയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിച്ചു. നിധിക്കുട്ടി ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് പണ്ടും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പ്രാവശ്യം ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ എവിടെ നിന്നോ കഴിച്ചു, പക്ഷേ എവിടെ നിന്നാണെന്നുള്ളത് ഓർക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ എടുക്കാൻ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞാനും ഇക്കായും പിന്നെ സുഖവും അതുപോലെ തന്നെ മിഥുനും പിന്നെ അഫിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സിൻ്റെ വീഡിയോ, ഈ ഒരു വീഡിയോ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാകും. ഒരു ആൽബം സോങ് വെച്ചിട്ട് ചെയ്തതാണ്. ആ ഒരു പാട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് രാവിലെ ഞാൻ ഇക്കാരുടെ അടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഈ ബസ് വെച്ചിട്ട് ചെയ്യാം, ബസ്സിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ വന്നിട്ട് എടുത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കയറി മറ്റേ കാക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് മെഷീനൊക്കെ വാങ്ങിച്ചിട്ട് ആളൊരു കണ്ടക്ടറായിട്ട് മാറി. അങ്ങനെ നമ്മൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പം കുറേ പേര് ഇതിന് നല്ല നല്ല കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ പേര് വെച്ച് ഇത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്, അപ്പോൾ ആൾക്കാർ കണ്ടില്ല എന്നൊക്കെ. ബസ്സിൽ കയറുന്ന സമയത്ത് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണോ അങ്ങനെ അവർ ശ്രദ്ധിച്ചൊന്നും ഇല്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു. കാരണം ഇത് സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ തിരിച്ചു പോകാനുള്ളതാണല്ലോ. അപ്പോൾ അത്രേ സമയമുള്ളൂ. അപ്പോൾ ഈ ബസ് റണ്ണിങ്ങിൽ തന്നെ നമുക്കിത് എടുക്കാനും ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് നിർത്തിയിട്ടാകുമ്പോൾ പിന്നെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ആൾക്കാരുള്ള സമയത്ത് എടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടേക്കൊന്നും പോകാതെ പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കുകയാണ് ചെയ്തത്. പിന്നെ ലിറിക്സൊക്കെ നമ്മൾ പഠിച്ചിട്ട് തന്നെയാണല്ലോ വന്നത്. അപ്പം പാട്ട് നമ്മുടെ ബസ്സിൽ വെക്കുക കേട്ടോ ചെയ്തത്. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മളത് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് പോലും ഇത്രയും റീച്ച് ആവും എന്നുള്ളത് അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഏറ്റവും സന്തോഷമായ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാട്ടിൻ്റെ ആൾ ഷാഫിക്ക കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അത് ഭയങ്കര സന്തോഷമായി. പിന്നെ അഫിദേ അതിൻ്റെ മേളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് തന്നെ. അതൊക്കെ എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നിങ്ങളുടെ ലവ് സ്റ്റോറി ഇങ്ങനെയാണല്ലേ, ബസ്സിൽ കയറി പ്രേമിച്ച് അങ്ങനെ കെട്ടിയതല്ലേ എന്നൊക്കെ. ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ ലവ് സ്റ്റോറി ഇതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇക്ക നേരത്തെ ഇങ്ങനെ ബസ്സിൽ പണിയെടുക്കുന്ന ആളാന്നൊക്കെ അറിയാമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, വേറെ രീതിയിലാണ് നമ്മുടെ കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോളിച്ചാലേക്കാണ് പോയത്. അവിടെ നിന്ന് നമുക്ക് വേറൊരു വീഡിയോ കൂടി എടുക്കാനുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. അതൊരു ലോങ് വീഡിയോ ഉണ്ട്, പിന്നെ ഷോർട്സ് വീഡിയോ ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അത്ര അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.